നമസ്കാരം. യുദ്ധത്തിന്റെ തീയണഞ്ഞു, അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന സമാധാനം വെറും ചാരം മാത്രം മൂടിയതു. ഇപ്പോൾ ലോകം നോക്കി നിൽക്കുന്നത് ഇസ്ലാമാബാദ് നഗരത്തിലേക്കാണ്. കാരണം അവിടെ നടക്കുന്ന സമാധാന ചർച്ചകൾ ഒരു കരാറിലേക്കോ അല്ലെങ്കിൽ വീണ്ടും രൂക്ഷമായ യുദ്ധത്തിലേക്കോ വഴിമാറാൻ പോവുകയാണ്. അമേരിക്കയും ഇറാനും വാക്കുകളിൽ സമാധാനം പറഞ്ഞാലും നിലപാടുകളിൽ യുദ്ധം തന്നെ തുടരുന്ന രണ്ട് ശക്തികൾ. ഒരു ഭാഗത്ത് അമേരിക്ക സീസ് ഫയർ നീട്ടി ചർച്ചകൾക്ക് സമയം കൊടുക്കുന്നു. പക്ഷേ അതേസമയം ഇറാന്റെ തുറമുഖങ്ങളിൽ നാവിക ഉപരോധം തുടരുകയാണ്. ഇത് സമാധാനത്തിലേക്കുള്ള ചുവടുവയ്പോ അല്ലെങ്കിൽ യുദ്ധത്തിന് മുന്നോടിയായ സമ്മർദ്ദ രാഷ്ട്രീയം? ഇറാന്റെ മറുപടി അതിലും ശക്തമാണ്. ഭീഷണിയുടെ കീഴിൽ നടക്കുന്ന ചർച്ചകൾ സറണ്ടർ അല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് അവരുടെ നിലപാട്. അതായത് സമാധാന ടേബിളിൽ ഇരിക്കാനുള്ള തയ്യാറെടുപ്പ് പോലും ഒരു തന്ത്രപരമായ കണക്ക് മാത്രമാണെന്ന സൂചന. ഇപ്പോൾ ചോദ്യം, ഇത് ചർച്ചകളുടെ വേദിയാണോ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ കൗണ്ട് ഡൗൺ സ്റ്റേജോ? കാരണം സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണ്. അമേരിക്ക ഇറാനിയൻ കപ്പൽ പിടിച്ചെടുക്കുന്നു. ഇറാൻ അതിനെ കടൽ കള്ളക്കടത്ത് എന്ന് വിശേഷിപ്പിക്കുന്നു. തിരിച്ചടിക്ക് തയ്യാറാണെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. അതോടൊപ്പം ട്രംപിന്റെ കടുത്ത മുന്നറിയിപ്പ്, കരാർ അല്ലെങ്കിൽ ബോംബുകൾ മഴ പോലെ വീഴും. ഇത് സമാധാന ചർച്ചകളുടെ ഭാഷയാണ്, അല്ലെങ്കിൽ യുദ്ധപ്രഖ്യാപനത്തിന്റെ മുന്നേയുള്ള ശാന്തത. വെടിനിർത്തൽ കാലാവധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ യുദ്ധഭീഷണിയുമായി യുഎസും ഇറാനും നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ്. സമാധാന ചർച്ചകൾക്കായി പാകിസ്ഥാനിൽ എത്തിയില്ല എങ്കിൽ ബുധനാഴ്ച വെടിനിർത്തൽ കാലാവധി അവസാനിക്കുന്നതോടെ ഇറാൻ ആക്രമിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. വെടിനിർത്തൽ കാലാവധി നീട്ടാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ട്രംപ് ബ്ലൂംബർഗ് ന്യൂസിനോടാണ് പ്രതികരിച്ചത്. ഇറാൻ പലതവണ വെടിനിർത്തൽ ലംഘിച്ചതായും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ ഭീഷണികളുടെ നിഴലിലുള്ള ചർച്ചകൾക്ക് ഇറാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കിയ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിഫാവ് കഴിഞ്ഞ രണ്ടാഴ്ചയായി യുദ്ധത്തിലിറങ്ങാനുള്ള പുതിയ കാർഡുകൾ തയ്യാറാക്കുകയായിരുന്നു രാജ്യമെന്ന് തന്റെ എക്സിൽ കുറിക്കുകയും ചെയ്തു. അതിനിടെ യുഎസ് പ്രതിനിധി സംഘവുമായി വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇസ്ലാമാബാദിലേക്ക് പുറപ്പെട്ടു എന്ന് CNN ആണ് റിപ്പോർട്ട് ചെയ്തത്. ഗാലിബാഫിന്റെ നേതൃത്വത്തിൽ ഇറാൻ നയതന്ത്ര സംഘം ഇസ്ലാമാബാദിലെത്താൻ സമ്മതിച്ചതായി ഉയർന്ന പാകിസ്ഥാൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് സൗദി അറേബ്യയിലെ വാർത്താ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. സമാധാന ചർച്ചയ്ക്ക് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി പച്ചക്കൊടി കാണിച്ചു എന്നാണ് ആക്സിസ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഈ വാർത്തകൾ നിഷേധിച്ച ഇറാൻ ദേശീയ മാധ്യമം ഇറാനിൽ നിന്ന് ചർച്ചകൾക്കായി ആരും പോകുന്നില്ല എന്നാണ് വ്യക്തമാക്കിയത്. ഇറാൻ ചർച്ചകൾക്ക് തയ്യാറാകുമെന്ന വിശ്വാസമാണ് ട്രംപ് പ്രകടിപ്പിച്ചത്. രണ്ടാം ഘട്ട ചർച്ച ഉണ്ടാകുമെന്ന് ഉറപ്പാണെന്നും ഉടൻ കരാറിലെത്തുമെന്ന് വിശ്വസിക്കുന്നെന്നും അദ്ദേഹം ചൊവ്വാഴ്ച വൈറ്റ് ഹൌസിലെത്തിയ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു. സമാധാന കരാറിൽ ഇറാൻ ഒപ്പിട്ടാൽ താൻ ഇസ്ലാമാബാദിൽ നേരിട്ടെത്തുമെന്നാണ് ട്രംപ് അറിയിച്ചിരുന്നത്. ഹോർമൂസ് കടലിടുക്കിന്മേലുള്ള നിയന്ത്രണം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന നിലപാടിൽ മാറ്റം വരുത്താൻ ഇരു രാജ്യങ്ങളും എന്നാൽ ഇതുവരെ തയ്യാറായിട്ടില്ല. അതിനിടെ സമാധാന ചർച്ചകൾക്കായുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങൾക്ക് ചൈന പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരികയും ചെയ്തു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സാധാരണ ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് സൗദി അറേബ്യൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനോടാണ് ആവശ്യപ്പെട്ടത്. ഇവിടെ ഏറ്റവും ഭയപ്പെടുത്തുന്നത് ഈ യുദ്ധം രണ്ട് രാജ്യങ്ങൾക്കിടയിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ്. ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടെ ലോക എണ്ണ വിതരണത്തിന്റെ 12% വരെ കുറവ് സംഭവിച്ചു എന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ പറയുന്നത്. അതായത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള പോര് ലോക സമ്പദ് വ്യവസ്ഥയുടെ ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ഇതെല്ലാം ചേർന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഈ സമാധാന ചർച്ചകൾ ഒരു ഫ്രാഗൈൽ ഇല്യൂഷൻ മാത്രമായിരിക്കാം. കാരണം യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ട വിശ്വാസം ഇവർക്കിടയിലില്ല. പക്ഷെ യുദ്ധം വീണ്ടും തുടങ്ങാനുള്ള സംശയവും ഭീഷണിയും ധാരാളം ഉണ്ട് താനും. ഇപ്പോൾ ലോകം ഒരു വക്കിലാണ്. ഒരു വഴി കരാറിലൂടെ സമാധാനം, മറ്റൊരു വഴി വീണ്ടും പൊട്ടിത്തെറിക്കുന്ന യുദ്ധം. അവസാന ചോദ്യം, ഇസ്ലാമാബാദിൽ കൈകോർക്കാൻ പോകുന്നവരോ അല്ലെങ്കിൽ കയ്യിലെ ആയുധം കൂടുതൽ ശക്തമാക്കാൻ പോകുന്നവരോ സമാധാനത്തിന്റെ പേരിൽ കൂടിയിരിക്കാൻ പോകുന്നത് എന്നതാണ്. കാരണം ഇതൊരു ചർച്ച മാത്രമല്ല, ലോകം വീണ്ടും യുദ്ധത്തിന്റെ തീയിൽ വീഴുമോ എന്നത് തീരുമാനിക്കുന്ന നിർണായക നിമിഷമാണ്.